ഹലോ, പീക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ താമരയുടെ ട്യൂബർ എങ്ങനെയാണ് നടുന്നത് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാനായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട താമര തന്നെ നമുക്ക് വിരിഞ്ഞ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വെറൈറ്റിയുടെ ട്യൂബർ വാങ്ങിയിട്ട് നല്ല രീതിയിൽ തന്നെ നട്ടുപിടിപ്പിക്കണം. താമരയുടെ വിത്തുകളാണ് മേടിച്ച് വെക്കണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് പൂ തരാറുള്ളത്. അതുമാത്രമല്ല, നമ്മളത് വെച്ച് പിടിപ്പിച്ച് പൂവുണ്ടാവുന്നത് വരെ കാത്തിരുന്നിട്ട് പൂവുണ്ടാകുമ്പോൾ അത് ചിലപ്പോൾ നാടൻ താമരയായിട്ടാണ് കാണാറുള്ളത്. നമ്മുടെ കയ്യിലുള്ള താമരകൾ വിരിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സീഡ് നട്ടു വയ്ക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഈ സെയിം വെറൈറ്റി തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. പരാഗണം നടന്നിട്ട് വേറെ നിറത്തിലുള്ള പൂക്കളാവാൻ ഉണ്ടായിട്ട് കിട്ടണത്. താമര നടാനായിട്ട് ഉദ്ദേശിക്കുന്നവർ പെട്ടെന്ന് ഉണ്ടായി കിട്ടാനും എന്നും നിറയെ പൂക്കൾ ഉണ്ടാവാനും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി താമര വേണം തിരഞ്ഞെടുക്കാനായിട്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതിൽ ട്യൂബറുകൾ നട്ടിട്ടുണ്ടായിരുന്നു. ആ താമരപ്പോട്ടുകളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. എൻ്റെ പോട്ടിലെ വെള്ളം നിങ്ങൾ കണ്ടില്ലേ? നല്ല തെളിഞ്ഞിട്ട് നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് വെള്ളം ഇരിക്കുന്നത്. ഇതേപോലെ വെള്ളം നല്ല ക്ലാരിറ്റി ആയിട്ട് ഇരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു വലിയൊരു പോട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു ചട്ടിയോളം ചാണകപ്പൊടിയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ചാണകപ്പൊടിക്ക് പകരം ആട്ടുംകാഷ്ടമാണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് താമര നടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ചാണകപ്പൊടിയുടെ മുകളിലായിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ഗാർഡൻ സോയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ചാണകപ്പൊടി എടുത്തതിനേക്കാളും കൂടുതൽ വേണം നമ്മൾ മണ്ണ് എടുക്കാനായിട്ട്. ഒരു ചട്ടി ചാണകപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1.5 ചട്ടിയോളം നമ്മൾ മണ്ണിടണം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചാലും ഉടഞ്ഞു പോവാത്ത മണ്ണും കട്ടകളൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം പറക്കി കളയണം. അതേപോലെ വേരുകളോ വല്ല നാരുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം. ഇനി നമ്മൾ വെക്കാൻ പോകുന്ന ട്യൂബർ കാണാം. ഇതാണ് നമ്മുടെ ബുച്ചയുടെ ട്യൂബർ. ഇതിൽ 3 ഗ്രോത്ത് ടിപ്പാണ് ഉള്ളത്. അത് നമുക്ക് മണ്ണിൽ വെച്ച് കൊടുക്കണം. ട്യൂബർ വെക്കുമ്പോൾ നമ്മൾ നേരെ ചെടികൾ വെക്കുന്ന പോലെ സെൻറ്ററിലല്ല വെക്കുക. ഒരു അരുഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ ആ ഷേപ്പിൽ തന്നെ ഒരു നീളനെ ഒരു കുഞ്ഞൊരു കുഴി എടുത്തിട്ട് വല്ലാണ്ട് താഴ്ത്തിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ട്യൂബർ ഒരു സൈഡിലായിട്ടാണ് നമുക്കിത് വെക്കേണ്ടത്. ഇതിൻ്റെ ഗ്രോത്ത് ടിപ്പൊന്നും ഉള്ളിലേക്ക് പോകാണ്ട് മണ്ണിൻ്റെ അടിയിലേക്ക് പോകാണ്ട് വേണം നമുക്ക് മണ്ണിൽ താഴ്ത്തി വയ്ക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരിട്ട് മണ്ണിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണാകെ കലങ്ങി പോകും. അതുകൊണ്ട് ഞാനൊരു താമരയുടെ ഇലയിലേക്കാണ് വെള്ളം ഒഴിക്കുന്നത്. പിന്നെ പലരും മണ്ണ് ചെളി രൂപത്തിലാക്കിയിട്ട് അതിലേക്കാണ് ട്യൂബർ വെച്ച് കൊടുക്കാറുള്ളത്. ഞാനങ്ങനെ മണ്ണ് കുഴച്ചിട്ട് ചെളി രൂപത്തിലാക്കാറില്ല. മണ്ണിലേക്ക് വെള്ളം ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ മണ്ണ് നല്ല പോലെ കുതിർന്ന് കിട്ടും. ഇതുപോലെ വെള്ളം കലങ്ങാതെ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കുള്ളൊരു പരാതിയാണ് കൊതുക് മുട്ടയിട്ടിട്ട് നമ്മുടെ വെള്ളത്തിലാകെ കൂത്താടി നിറയണത്. അതിന് നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റണത് ഗപ്പീസിന് ഇടാം എന്നുള്ളതാണ്. ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ടുള്ള പോട്ടുകളിലാണ് കേട്ടോ ഗപ്പീസിനെ വളർത്താൻ പറ്റുള്ളൂ. രാസവളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഗപ്പികൾ ചത്തു പോകാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. എല്ലാവർക്കും ഗപ്പീസിനെ മേടിച്ചിടാനായിട്ടൊന്നും പറ്റിയെന്ന് വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് അസോള ഇടുക എന്നുള്ളത്. അസോള വെള്ളത്തിൻ്റെ മുകളിൽ നിറഞ്ഞു കിടക്കുമ്പോൾ കൊതുകിന് വെള്ളത്തിലേക്ക് കിടന്ന് മുട്ടയിടാനായിട്ട് പറ്റില്ല. അസോള വെള്ളത്തിൽ നല്ലോണം നിറയുമ്പോൾ അത് നമ്മുടെ ട്യൂബറിനും ദോഷമാണ് കേട്ടോ. അങ്ങനെ അസോള തിങ്ങി നിറഞ്ഞു എന്ന് തോന്നുമ്പോൾ നമ്മൾ ഒരു 3 ദിവസം കൂടുമ്പോൾ ഓരോ പിടി അസോള എന്ന് വാരി കളയേ വേണ്ടൂ. ട്യൂബർ വെച്ചതിന് ശേഷം ആദ്യത്തെ 2-3 സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ 15 ദിവസം കൂടുമ്പോൾ നമുക്ക് വളം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.